നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ള എനർജി വളരെ പോസിറ്റിവിറ്റിയിലാണ് ഈ വ്യക്തി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റിനും വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടും സ്വന്തമായി പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നതായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തി നന്നായിട്ട് പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു പല കഴിവുകളുള്ള വ്യക്തിയും ആയിരിക്കാം. ഈ ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എപ്പോഴും ഒരു സഹായകമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സഹായിയെ പോലെ വരുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് മര്യാദക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം നല്ലവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരാണ്. ഇതാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ധാരാളം അതിശയിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി കാത്തു നിൽക്കുന്നത്. എടുത്തുചാട്ടം അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അതുപോലെ നിങ്ങളിലെ നിശബ്ദത, അത് ഈ വ്യക്തിയെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളുടെ കാപട്യമുഖം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. പല രീതിയിലൂടെയും പല അനുഭവങ്ങളിലൂടെയും ശത്രുക്കളുടെ കാപട്യമുഖം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അദൃശ്യ ശക്തി നിങ്ങൾ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പ്രണയബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഓപ്ഷനുകൾ, ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും നല്ല അവസരമായി ഈ വ്യക്തി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളിലെ പവിത്രത, നിങ്ങളിലെ സ്നേഹം ഈ വ്യക്തിക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ ആകില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വായനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ നിങ്ങളോടുള്ളൂ: നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളുമായി ഒന്നാകണം. ഈ ഒരു കാര്യം മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തി ഇപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, നിങ്ങളുമായി ഒന്നാകണം എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള ജീവിതമാണ് യഥാർത്ഥ പാത എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥ പാത എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
നിങ്ങളിലെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും നിങ്ങളോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു ഇഷ്ടക്കേടുകളും നിങ്ങളോടില്ല. നിങ്ങളുമായി അടുത്തിട്ടുള്ളത് പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെയും അല്ലെങ്കിൽ സൗഹൃദത്തിലൂടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകളിലൂടെയും ആയിരിക്കാം. അതുകൊണ്ട് അത്തരം കഴിവുകൾ കാത്തു സൂക്ഷിക്കുവാനും അതുമായി മുന്നോട്ട് പോകുവാനുമാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒന്നിച്ച് ചേരുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നത് ഈ വ്യക്തി എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കൺമുന്നിൽ ഈ വ്യക്തിക്ക് വരണം എന്നുണ്ട്. പക്ഷേ ചില ഭയങ്ങൾ, ചില പേടി ഈ വ്യക്തിയെ ഭയപ്പെടുത്തുന്നു, അസ്വസ്ഥതപ്പെടുത്തുന്നു. അത് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റീഡിംഗ് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം എന്ന് പറയാൻ കാര്യം, ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പോലും, അതായത് നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പോലും നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഈ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, ഈ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തായിരിക്കാം, നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അത് ഈ വ്യക്തിയുടെ താല്പര്യമാണ്. ഈ വ്യക്തിക്ക് അത് എന്തായാലും ചെയ്തേ തീരൂ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഈ വ്യക്തിക്ക് മടുത്തിരിക്കുന്നു, മതിയായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മൂൺ എനർജിയാണ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഇൻഡ്യൂഷൻ പലതും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള പേടിയും കാര്യങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തി മാറ്റിവെക്കുന്നു. നിങ്ങളുമായി അടുക്കേണ്ടതിന് പലതരത്തിലുള്ള അടയാളങ്ങളാണ് ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേരായിരിക്കാം, നിങ്ങളുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ കൺമുന്നിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പോസിറ്റീവ് എനർജി ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ വ്യക്തി എവിടെയുണ്ടോ അവിടെ നിങ്ങൾ കൂടി വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. ഈ വ്യക്തി ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, എവിടെയാണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുമൊത്ത് തുറന്ന് സംസാരിക്കുവാനും തുറന്നുള്ള ഒരു സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. മറ്റാരുമായിട്ട് കൂട്ടുകൂടിയാലും, മറ്റാരോടും ഈ വ്യക്തി മനസ്സ് തുറന്ന് സംസാരിച്ചാലും ഈ വ്യക്തിക്ക് സമാധാനം കിട്ടുകയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയാകുമ്പോൾ ഈ വ്യക്തി തകർന്നു പോവുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ വ്യക്തി നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.